ഹലോ, നമ്മുടെ കല്യാണരാമ മൂവിയിലെ നമ്മുടെ സലീമേട്ടൻ പറയുന്നൊരു ഡയലോഗില്ലേ, എല്ലാം ഷടപടയായിരുന്നു എന്ന്. അങ്ങനെ ഷടപടയായിരുന്നു ഒരു ദിവസമായിരുന്നു കേട്ടെന്ന്. കാരണം രാവിലെ എനിറ്റിപ്പോൾ മുതൽ ഗുരുവായൂർക്ക് പോകണം എന്നുള്ള ഒരു ഉൾവിളി മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നേരെ പോയിട്ട് കള്ളക്കണ്ണനെയും തൊഴുതു. പിന്നെ വേറെ ഒരു ആഗ്രഹം കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ, സദ്യ. കാരണം ഗുരുവായൂർ അമ്പലത്തിന് അടുത്തുള്ള ചില ഹോട്ടലുകളിലെ സദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് നമ്മുടെ ദേവരാഗം ഹോട്ടലിലേക്കാണ് കേട്ടോ. ഇവിടെ ദേവരാഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇവിടുത്തെ ഫുഡിനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ട വേറെ ഒന്നാണ് ഇവിടുത്തെ ആംബിയൻസ്. അതായത് നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും റിലാക്സ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ദേവരാഗം. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരാനാണ് ഏറ്റവും ഇഷ്ടം. കാരണം അധികം ആളുകളും ബഹളമൊന്നും ഇല്ലാണ്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നിന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാം. അല്ല, മറ്റുള്ളവർക്കും സന്തോഷമില്ല എന്നല്ല ഇവിടെ ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ സദ്യ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ഇത്തിരി വൈകിട്ടാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ കാരണത്താൽ തന്നെ സദ്യ ഉണ്ടായിരുന്നില്ല. പിന്നെ ആകെ കൂടി ഉണ്ടായിരുന്നത് താലി മീൽസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ താലി മീൽസ് കഴിക്കേണ്ട പകലല്ലോ. അങ്ങനെ ഞങ്ങൾ താലി മീൽസ് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ അവിടെ ഇരുന്നപ്പോൾ ഗുണ്ടു ഇങ്ങനെ കുറേ കുഞ്ഞിക്കുറുമ്പുകൾ കാണിക്കുന്നുണ്ട്, ഓരോ സാധനങ്ങൾ വലിച്ചു നോക്കുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ താലി മീൽസ് വന്നു. അങ്ങനെ ചേട്ടൻ കഴിച്ചു. ഫുഡൊക്കെ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് അയലില്ല എന്നൊരു കുറവ് മാത്രമേ ആളും പറഞ്ഞുള്ളൂ. അങ്ങനെ എനിക്ക് ചെറിയ വിഷമം എന്താണെന്ന് വെച്ചാൽ, തൂശനിലയിൽ നമ്മുടെ ചോറ് വിളമ്പിയിട്ട് അങ്ങനെ കഴിക്കുമ്പോഴാണല്ലോ സദ്യ ആവുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ വിഷമം മാറ്റാനായിട്ട് നമ്മുടെ ചോറിൽ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി അതിൽ കുറച്ച് സാമ്പാറും പിന്നെ പപ്പടും പിന്നെ എന്താ പറയുക, നമ്മുടെ ക്യാബേജും ഗ്രീൻ പീസും ഇട്ടുള്ള തോരനും കൂടിയിട്ട് ഞാനൊരു പിടപെടച്ചു കേട്ടോ. സന്തോഷം എന്ന് വെച്ചാൽ അത്രയും ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇലയൊക്കെ പിന്നെ ഞാൻ മറന്നുപോയി, കാരണം അത്രയും ടേസ്റ്റുള്ള ഫുഡാണ്. പിന്നെ ഞാൻ കഴിച്ചത് അവരുടെ ഗോതമ്പ് പായസമായിരുന്നു കേട്ടോ. എനിക്ക് ഗോതമ്പ് പായസം ആക്ച്വലി ഇഷ്ടമല്ലെങ്കിലും അവരുടെ ഗോതമ്പ് പായസം ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക്. അണ്ടിപ്പരിപ്പും പിന്നെ നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും കുഴച്ച് ഞാൻ പടച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് കൂടയിലേക്കാണ് കേട്ടോ. കാരണം വയറുണ്ടായിരുന്നില്ല. പക്ഷേ ഗുണ്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവക്കാടെ ഷേക്കാണ് അവൾക്ക് വേണ്ടി മേടിച്ചത്. അവളത് കുറച്ച് കഴിച്ചു, ബാക്കി ഞാൻ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കാനാടി ചാത്തൻ്റെ ക്ഷേത്രത്തിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചാത്തനെയും കണ്ടു, തൊഴുതു, പ്രസാദവും മേടിച്ചു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ.